ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്, അതായത് ഇതിന് ഉള്ളിൽ നമ്മളൊന്ന് കാണാൻ പോവുകയാണ് ഇത് അഴിച്ചിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 5 കിലോവാട്ടിൻ്റെ ഒരു പുത്തനൊരു ഇൻവെർട്ടർ ഉണ്ട്. ഇപ്പം ഞാൻ ഇതിപ്പോൾ ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്യാൻ പോകണം. ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഇതൊരു സോഫാറിൻ്റെ മെഷീനാണ്. ഓക്കെ, ഇതിൻ്റെ ബാക്ക് വശമൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് ഹീറ്റ് സിങ്ങും കാര്യങ്ങളും സെറ്റപ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് പുത്തൻ പീസാണ്. അപ്പോൾ എന്തായാലും ഞാനിത് ജസ്റ്റ് ഒന്ന് അഴിച്ച് നോക്കിയതിന് ശേഷം ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നുള്ളത് ഡീറ്റെയിൽസ് ആയിട്ട് പരിചയപ്പെടുത്താം. ഓക്കെ ഫ്രണ്ട്സ്, അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു അലങ്കിയാണ്. ഈ അലങ്കി വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാം. ഇനി എന്നിട്ട് സെക്കൻഡ് സ്ക്രൂ റിമൂവ് ആക്കിയിട്ടുണ്ട്. അടുത്ത ലാസ്റ്റ് സ്ക്രൂ. ഫ്രണ്ട്സ്, അങ്ങനെ ഫൈനൽ സ്ക്രൂ നമ്മൾ അഴിക്കാൻ പോവാണ്. ഫൈനൽ സ്ക്രൂ അഴിച്ചു. ഇനി നൈസായിട്ട് നമുക്കൊന്ന് അഴിക്കാം. അഴിച്ചു കഴിയുമ്പം ഇതിനകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രിപ്പാണ്. ഇതിനകത്തൊരു സ്ട്രിപ്പുണ്ട്. ഈ സ്ട്രിപ്പ് ഞാൻ ജസ്റ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഒരു ക്ലിപ്പാണ് കേട്ടോ. ഇതാണ് സ്ട്രിപ്പ്. അപ്പോൾ ഇതിനകത്തുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് ഈ പീസിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഒരു ഡിസ്പ്ലേ യൂണിറ്റിൻ്റെ ഒരു സെഷനാണ്. ഇത് അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷൻ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇത് ചെറിയ രീതിയിലൊന്ന് ഡാമേജ് ആയിട്ടുണ്ട്. ഇത് ഡ്യൂറിങ് ട്രാൻസ്പോർട്ടേഷനിൽ ജസ്റ്റ് ഒന്ന് ഇതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് അഴിച്ചത് തന്നെ. ഓക്കെ, ഇതിപ്പോൾ ഇതാണ് ഇതിനകത്തുള്ള കാര്യങ്ങൾ. ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം അടിപൊളി ഇൻഡക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ടൊറോയിഡ് കോയിൽസ്, MPPT-യുടെയൊക്കെയാണ് ഈ കാര്യങ്ങൾ. അതുപോലെ കപ്പാസിറ്ററും കാര്യങ്ങളും ഇതൊക്കെയാണ്. അതേപോലെ മോസ്ഫെറ്റ്, IGBT മോസ്ഫെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. 1 2 3 4 5 6 7 ഒക്കെ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ഇത് ഞാൻ അഴിച്ച് നോക്കി കണ്ടത് വെച്ച് അത്യാവശ്യം നല്ല ഗുഡ് ക്വാളിറ്റി കമ്പോണൻസ് ഒക്കെയാണ് ഇവർ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ ഈ കോയിൽസൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നല്ല അടിപൊളി നല്ല ഹൈ ക്വാളിറ്റി സംഭവമാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അതേപോലെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടാണ് നമ്മുടെ MC4 കണക്ടർ. ഈ MC4 കണക്ടറിൽ നിന്നുള്ള കേബിൾസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടെ അത്യാവശ്യം കുറച്ച് കോയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ MPPT സെഷനാണ്. ഈ കാണുന്നത് വെച്ചാൽ നമ്മുടെ ഡിസ്പ്ലേയുടെ അതേപോലെ വൈഫൈ കമ്മ്യൂണിക്കേഷൻ കൺട്രോൾ കേബിൾസും കാര്യങ്ങളുമാണ്. അപ്പോൾ ഇത് ഞാൻ അഴിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇത് നമ്മൾ അഴിച്ചു കഴിഞ്ഞപ്പം ഇതിൻ്റെ ഡ്യൂറിങ് ട്രാൻസ്പോർട്ടേഷനിൽ ഇത് ഡാമേജ് ആയിട്ടുണ്ട്. ഇത് കുത്തിയാണ് വീണേക്കുന്നുണ്ടോ ഉണ്ടോ. ഇത് ആക്ച്വലി അതുകൊണ്ടാണ് നമ്മളിത് അഴിച്ച് നോക്കാമെന്നുള്ള കാരണം. എന്തായാലും ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്തായാലും ഇതിനകം ഒന്ന് കാണാനൊന്ന് പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഈ സോഫാറിനകമൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഒന്ന് സെറ്റാക്കാമെന്നുള്ള രീതിയിലാണ് ഞാനിവിടെ ഈ ഒരു സംഭവം സെറ്റാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പുത്തൻ പീസാണ്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ റിട്ടേൺ കൊടുക്കാൻ പോവുകയാണ് ആക്ച്വലി. അപ്പോൾ ഇതാണ് അപ്പോൾ നമ്മുടെ സോഫാർ മെഷീൻ. അത്യാവശ്യം നല്ല ഗുഡ് ക്വാളിറ്റി കേട്ടോ. എനിക്കിതിനകം കണ്ടപ്പോൾ ഇച്ചിരൂടെ ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം അതേപോലെയുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത് തന്നെ. നല്ല അടിപൊളി PCB, അതുപോലെ റിലേ,